കാസർഗോഡും തലശ്ശേരിയും തിരുവല്ലയും പാറശാലയുമാണ് എന്നാണ് ഓർമ്മ. ഈ 4 മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനതാ പാർട്ടി RSS സ്വാധീനമുള്ള ജനതാ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യം കേരളത്തിൽ ഉയർന്നു വന്നു. 77 തെരഞ്ഞെടുപ്പിൽ ആ ചോദ്യമില്ല. കാരണം 77 തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വിമർശനം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടില്ല. എന്നാൽ അതിനുശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായപ്പോഴേക്ക് RSSനാൽ നിയന്ത്രിക്കപ്പെടുന്നു ജനതാ പാർട്ടി എന്ന ആരോപണം ഉയർന്നു വരികയും ആ ജനതാ പാർട്ടിയുടെ പിന്തുണ അഥവാ RSSൻ്റെ വോട്ട് നിങ്ങൾ സ്വീകരിക്കുമോ, മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വന്നു. ആ ഘട്ടത്തിലാണ് EMSൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രസ്താവന വരുന്നത്, RSS വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അതാണ് RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ചർച്ച ഉയർന്നു വന്നാൽ പോലും ആ ഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടാണ് RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനതാ പാർട്ടിയുമായി അകലും. ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പിൽ 4ഇടത്തും ഇടതുപക്ഷം ജയിച്ചു. ഈ അതിശക്തമായ നിലപാട് കേരളത്തിലെ മതനിരപേക്ഷവാദികൾക്ക് ഏറ്റവും ഊർജം പകർന്ന മഹത്തായ നിലപാടാണെന്ന് EMS പ്രഖ്യാപിച്ചത്. ഈ 4 സീറ്റിലും ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു.